തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശം എന്ന് പറയാൻ കഴിയില്ല, അതൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. കേരളത്തിലെ ഈഴവ ദളിത് വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം, എങ്കിലേ UDFന് ജയിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് രാഹുൽ ഗാന്ധി നൽകിയ നിർദ്ദേശം. രാഹുൽ ഗാന്ധി ഇത് വെറുതെ പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് വന്ന വിവിധ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം കൃത്യമായും കേരളത്തിലെ UDF നേതാക്കളെ അറിയിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അതൊന്നും പാലിക്കാൻ UDFന് കഴിഞ്ഞില്ല. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞതുപോലെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ തഴയുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. നേരത്തെ ചില നീക്കങ്ങളൊക്കെ കോൺഗ്രസും UDFും ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് CK ജാനുവിന്റെ പാർട്ടിയെ UDFന്റെ അസോസിയേറ്റ് അംഗമാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വൈക്കത്ത് സണ്ണിയം കബിഖാനിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ അതൊന്നും നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അവസാന ഘട്ടമാകുമ്പോഴേക്കും കോൺഗ്രസ് പഴയ കോൺഗ്രസ് ആയി. അതുകൊണ്ടാണ് പറഞ്ഞത് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന്. ഇത്തവണ 2026 തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ദളിത് വിഭാഗങ്ങൾക്ക് ആകെ UDF നൽകിയ സീറ്റ് 21, വെറും 21. അതിൽ ഈഴവ വിഭാഗത്തിന് നൽകിയത് 17 സീറ്റ്. കഴിഞ്ഞ തവണ ഈഴവ തീയ വിഭാഗത്തിന് നൽകിയത് 14 സീറ്റായിരുന്നു. ഇത്തവണ അത് 17 സീറ്റായി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ആകെ നൽകിയിരിക്കുന്നത് 21 സീറ്റ് മാത്രമാണ്. LDF ആകെ നൽകിയിരിക്കുന്നത് 36 സീറ്റാണ്. അതിൽ ഈഴവ വിഭാഗത്തിന് മാത്രം 30 സീറ്റ് നൽകിയിട്ടുണ്ട്. 30 സീറ്റ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഈഴവ സമൂഹം ഒന്നിച്ചു പറയുന്നത് ഇത്തവണ UDFനോടൊപ്പമല്ല LDFനോടൊപ്പം തന്നെയാണ് എന്ന്. നേരത്തെയും LDFനോടൊപ്പം തന്നെയാണ് ഈഴവ സമൂഹം നിന്നിരുന്നത്. ഇത്തവണയും അതേ വഴിക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈഴവ സമൂഹം ചെയ്യുന്നത്. ഈഴവ സമൂഹത്തിന് മതിയായ പ്രാതിനിധ്യം നൽകാത്ത ഘട്ടത്തിലെല്ലാം UDF പരാജയപ്പെട്ടിട്ടുണ്ട്. 2011ലെയും 2016ലെയും കണക്കുകൾ അത് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. 2016ൽ 21 സീറ്റാണ് നൽകിയത് ഈഴവ പിന്നോക്ക ദളിത് വിഭാഗത്തിന് കോൺഗ്രസ്. 2021ൽ 22 സീറ്റും നൽകി. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും UDF അമ്പേ പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈഴവ തീയ വിഭാഗത്തിനും ദളിത് വിഭാഗത്തിനും മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ആ നിർദ്ദേശം പോലും പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കോൺഗ്രസ്. അതല്ലെങ്കിൽ കോൺഗ്രസിന് ആ നിർദ്ദേശം നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ വിപുലമായി നടത്തിയ സർവേ, ആദ്യഘട്ടത്തിൽ നടത്തിയ 1ാം സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു ഈഴവ ദളിത് വിഭാഗത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം നൽകണം എന്ന്. എന്നാൽ അത് പാലിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. കോൺഗ്രസ് അതിന് മുൻകൈ എടുത്തില്ല എന്നതാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ഈഴവ വിഭാഗങ്ങൾ ഇത്തവണയും UDFനോടൊപ്പം നിൽക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും LDFന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നു. കഴിഞ്ഞ തവണ ആലപ്പുഴ ഭാഗങ്ങളിൽ ഈഴവ മേഖലയിൽ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായിരുന്നു. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണ ഈഴവ വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകാൻ, അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ LDF സ്വീകരിച്ചത്. അത് LDFന് വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ എപ്പോഴും LDFന് തന്നെയാണ് മേൽക്കൈ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് BJP അല്പം ഒരു മുന്നോട്ട് പോക്ക് നടത്തിയത്, കുതിച്ചുചാട്ടം നടത്തിയത്. ആ കുതിച്ചുചാട്ടത്തെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ LDF ഈഴവ തീയ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതും അതിൽ വിജയിച്ചതും. അത് LDFന് വളരെയധികം ഗുണം ചെയ്യും എന്ന് പറയുന്നത് LDF നേതാക്കളല്ല, UDF നേതാക്കളാണ്. UDFനകത്ത് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്.